ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യം നിൽപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വൈകിയത് അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് പറയണമല്ലോ. പള്ളിയിലൊരു മാമോദീസ ഉണ്ടായിരുന്നു. നമ്മുടെ തിരുമേനിയായിരുന്നു മാമോദീസ, തോമസ് തിരുമേനിയായിരുന്നു മാമോദീസ നടത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നലെ മുളങ്കഴയാണോ ആയിരുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പോകണം. അപ്പൊ തിരുമേനി എല്ലാം കൃത്യസമയത്ത് തന്നെ അതെല്ലാം പൂർത്തിയാക്കി തന്നു. ഞാന് താമസത്തിൽ നിങ്ങൾക്ക് ആർക്കും വലിയ വിഷമമില്ലെന്ന് എനിക്കറിയാം. എന്നാൽ എന്നെ കണ്ടതിൽ നിരാശ തോന്നിയ ആകെ ഏക ആള് ട്രസ്റ്റിയാണ്. വട്ടിക്കൂലി ലാഭമാണല്ലോ എന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടെ നമുക്ക് സമയം 7:10 കൂടുതൽ ആമുഖമില്ലാതെ നമുക്ക് നേരെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്നലെ രാത്രി ഒരുമിച്ച് ധ്യാനിക്കാനായി ശ്രമിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത്, ഞാൻ പറഞ്ഞല്ലോ, 2 ഭാഗങ്ങളായിട്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുന്നത്. അതിന്റെ 1-ാം ഭാഗമായി നമ്മൾ ഇന്നലെ ചിന്തിച്ചത് വിജാതീയനായ കൊർന്നല്യോസ് എന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു പട്ടാള ഡിവിഷന്റെ ചുമതലയുള്ള ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്ന 4 കാര്യങ്ങൾ നമ്മൾ വിസ്തരിച്ചു പറഞ്ഞതാണ്. അദ്ദേഹം ഭക്തനാണ്. എങ്ങനെയുള്ള ഭക്തനാണ്? 3 കാര്യങ്ങൾ അതിനോട് ചേർത്ത് ആ ഭക്തൻ എന്ന വാക്കിനെ കുറച്ചുകൂടെ ന്യൂവാൻസ് ചെയ്യുന്നുണ്ട്, ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. 1, ദൈവത്തെ ഭയമുള്ള ഭക്തൻ. 2, മനുഷ്യർക്ക് പ്രയോജനമുള്ള ഭക്തൻ. 3, എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ വീടിനകത്തേക്ക് ചെന്ന് ഒരു യഹൂദൻ വിജാതീയനായ ഒരാളുടെ വീടിനുള്ളിലേക്കോ ആ നാട്ടിലേക്കോ കാരണം അവരശുദ്ധരാണ്. അങ്ങനെ യഹൂദൻ അശുദ്ധനെന്ന് കൽപ്പിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ വീടിനുള്ളിലേക്ക് ദൈവദൂതൻ കടന്നു ചെന്നിട്ട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുൻപിൽ എത്തിയിരിക്കും. അത് കഴിഞ്ഞ് നേരെ ആ രംഗം മാറി പത്രോസിനുണ്ടായ ഒരു വെൺമാടത്തിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു വീടിന്റെ, നമ്മുടെ ഇന്നത്തെ നിലയിൽ കാര്യം പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഫ്ലോറിലൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പത്രോസിന് നല്ല വിശപ്പുണ്ടായി. അങ്ങനെ അതിനെ തുടർന്നൊരു വിവശതയുണ്ടായി. ഈ വിവശതയിൽ പത്രോസ് കാണുന്നത് ഒരു തുപ്പട്ടി താഴേക്ക് ഇറങ്ങി വരുന്നു. അത് നോക്കിയപ്പോൾ അതിൽ നിറയെ, അവിടെ പറയുന്നു, ഭൂമിയിലെ സകലവിധ നാൽക്കാലികളും ഇഴജാതികളും പറവജാതികളും. എന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ എഴുന്നേറ്റ് അറുത്ത് തിന്നണം. പത്രോസ് പറഞ്ഞു, സോറി, ഞാൻ ഇന്ന് വരെ മലിനമോ അശുദ്ധമോ ആയതൊന്നും തിന്നിട്ടില്ല. കാരണം പത്രോസിന്റെ തലയ്ക്കകത്ത് മുഴുവൻ മതമാണ്. അപ്പൊ ദൈവം പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, പത്രോസേ, ഇത് മലിനമാണോ അല്ലയോ എന്ന് നീയാണോ ഞാനാണോ തീരുമാനിക്കുക? ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയുന്നത് എന്ന്. അപ്പൊ നമ്മൾ അത് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ഈ 10-ാം അധ്യായത്തെ അതിന്റെ മർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാൻ, അതിനെ അൺലോക്ക് ചെയ്യാനുള്ള ഒരു പാസ്വേഡായിട്ടാണ് നമ്മൾ ആ വാക്യത്തെ അവതരിപ്പിച്ചത്. ദൈവം ശുദ്ധീകരിച്ചതിനെ മനുഷ്യൻ മലിനമെന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, മതം എന്നത് ഒരു ആപ്പാണോ സോഫ്റ്റ്വെയർ ആണോ? ദൈവം എന്നത് ഒരു ആപ്പാണോ സോഫ്റ്റ്വെയർ ആണോ? പലപ്പോഴും സംഭവിക്കുന്നത് മതം ഒരു സോഫ്റ്റ്വെയർ ആയും ദൈവം ഒരു ആപ്പായി മാറും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളായി ദൈവം മാറുകയും മതം നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആയി മാറും. എന്നാൽ അത് മാറി ദൈവം സോഫ്റ്റ്വെയർ ആയി മാറുന്ന നമ്മുടെ മുഴുവൻ ചിന്തകളെയും, നമ്മളുടെ ആലോചനകളെയും, നമ്മുടെ കാഴ്ചപ്പാടുകളെയും, നമ്മൾ മനുഷ്യനെയും ഭൂമിയെയും ലോകത്തെയും ഒക്കെ കാണാൻ
നമ്മെ സഹായിക്കേണ്ടത് ദൈവമാണ്. അപ്പോൾ ദൈവത്തിന്റെ കണ്ണിലൂടെ നമ്മൾ ലോകത്തെയും മനുഷ്യരെയും കാണും. അതിനെന്ത് ചെയ്യണം? മതത്തെ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് ദൈവത്തെ ഇവിടെ കയറ്റണം. മതത്തെ അൺഇൻസ്റ്റോൾ ചെയ്തിട്ട് ദൈവത്തെ ഇൻസ്റ്റോൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ കണ്ണിലൂടെ നമുക്ക് ലോകത്തെ കാണാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ കുറച്ച് നാള് ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ച. കൊള്ളാവുന്ന ജനറൽ കോളേജ് പഠിപ്പിക്കാനുള്ള ജേക്കബ് സാറിന് അതിനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ലായിരുന്നുണ്ട്. ട്യൂട്ടോറിയൽ കോളേജിലായിരുന്നു പഠിപ്പിച്ചത്. അപ്പൊ ഈ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുന്നവൻ സാറും മണ്ടനാ, പിള്ളേരും മണ്ടനാണ്. സാറിന് വലിയ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ സാറ് എന്റെ കോളേജ് പഠിപ്പിക്കത്തില്ലേ? ബുദ്ധി ഉണ്ടെങ്കിൽ ഈ പിള്ളേർ ഇവിടെ വരുമോ? അപ്പൊ ട്യൂട്ടോറിയൽ കോളേജിൽ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? ഒരേ കാര്യം എന്ത് ചെയ്യും? ഇന്നലെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ? ഒരു കാര്യം തിരിച്ചും മറിച്ചും. അപ്പൊ ഈ കൂട്ടത്തിലെ അതിബുദ്ധിമാന്മാരായ ആളുകൾ വിചാരിക്കും ഇയാൾ എന്തോ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പറയും. നിങ്ങൾ ചിലരെങ്കിലും നിങ്ങളുടെ ദുഷ്ടബുദ്ധിയിൽ അങ്ങനെ ചിന്തിച്ച് കാണാനുള്ള മുഴുവൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടല്ല, എനിക്കത് അങ്ങോട്ട് ശരിയായി മനസ്സിലാവാത്തോണ്ടും. അതോടൊപ്പം ഏതാണ്ട് ഒരു 6-7 മാസം ട്യൂട്ടോറിയൽ കോളേജ് പഠിപ്പിച്ചത് കൊണ്ട് ഒരേ കാര്യം തിരിച്ചും മറിച്ചും പറഞ്ഞു. ട്യൂട്ടോറിയൽ കോളേജിൽ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? 1947 ഇന്ത്യക്ക് എന്ത് കിട്ടി? സ്വാതന്ത്ര്യം. 1947 ഇന്ത്യക്ക്, അല്ലെങ്കിൽ 1947 ആർക്ക് സ്വാതന്ത്ര്യം കിട്ടി? ഇന്ത്യക്ക്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എപ്പോ കിട്ടി? ഇങ്ങനല്ലേ ട്യൂട്ടോറിയൽ കോളേജ് പഠിപ്പിക്കുന്നത്? നിങ്ങളെല്ലാം അങ്ങ് കേംബ്രിഡ്ജിൽ പഠിച്ചവരാ, നമ്മളൊക്കെ സാധാരണക്കാരായ മനുഷ്യർ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഡൂക്കിലി സ്ഥലത്തുനിന്ന് വരുന്നതുകൊണ്ട് ഞാൻ അങ്ങ് പറയുന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ അതിൻ്റെ അകത്തൊരു അലോഗ്യമൊന്നും വിചാരിക്കരുത്. അപ്പൊ നമ്മൾ പറഞ്ഞു ദൈവത്തെ ഇൻസ്റ്റോൾ ചെയ്യണമെങ്കിൽ ആദ്യം മതത്തെ ഇവിടെ നിന്ന് അൺഇൻസ്റ്റോൾ ചെയ്യണം. അങ്ങനെ ദൈവം സോഫ്റ്റ്വെയർ ആയി മാറുമ്പോൾ ദൈവത്തിന്റെ കണ്ണിലൂടെ ലോകത്തെയും മനുഷ്യനെയും കാണാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. പത്രോസിന്റെ ജീവിതത്തിൽ മാറിയ 3 കാഴ്ചപ്പാടുകൾ. അപ്പൊ ഇന്നലെ മതത്തിന്റെ കണ്ണിലൂടെയാണ് പത്രോസ് കാണുന്നത്. മതമായിരുന്നു പത്രോസിന്റെ സോഫ്റ്റ്വെയർ. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ അൺഇൻസ്റ്റോൾ ചെയ്തിട്ട് ദൈവം സോഫ്റ്റ്വെയർ ആയി മാറും. അന്നേരപ്പോൾ പത്രോസിന് ഉണ്ടാകുന്ന 3 തിരിച്ചറിവുകളെ കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാനായി കർത്താവിൽ ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, നല്ല ദൈവമേ, ഈ അനുഗ്രഹീതമായ രാത്രി സമയത്തിനായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഒരു പകൽ കൂടെ ഞങ്ങൾ നിന്ന് കടന്നുപോയി. ഇന്ന് അനേകം ആളുകളെ കാണുവാനും പരിചയപ്പെടുവാനും സ്നേഹം പുതുക്കുവാനും പുതിയ സ്നേഹബന്ധങ്ങൾ സ്ഥാപിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് നീ സഹായിച്ചു. പ്രിയപ്പെട്ട കർത്താവെ, ഇന്ന് പകൽ ഞങ്ങൾ കണ്ടുമുട്ടിയ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, ഞങ്ങളുടെ വാക്കുകൊണ്ടോ ഞങ്ങളുടെ പെരുമാറ്റം കൊണ്ടോ ഇന്ന് ഞങ്ങൾ ആർക്കെങ്കിലും സങ്കട കാരണമായിട്ടുണ്ടെങ്കിൽ നീ അത് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു കൊച്ചു ജീവിതം നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അത് ഏറ്റവും മനോഹരമായി വിനിയോഗിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ വചന ധ്യാനത്തിൽ നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. വചനത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. അങ്ങനെ പത്രോസ് വെൺമാടത്തിൽ നിന്ന് ഇറങ്ങി. അപ്പൊ 2 പേര് അവിടെ നിപ്പുണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നേ? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഇത്താലിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വരികയാണ്, ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞിട്ടാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പത്രോസ് ഇവരുടെ കൂടെ പോയി കൊർന്നല്യോസിന്റെ വീട്ടിലോട്ട് കയറി. അവിടെ എന്താണ് സംഭവിക്കുന്നത്? 26-ാമത്തെ വാക്യം അതാദ്യം വായിക്കാം. When Peter entered, Cornelius met him and fell down at his feet and worshipped him. പത്രോസോ
എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. And Peter lifted him up, saying, Stand up, I too am a human being. അപ്പോൾ പത്രോസ് തന്റെ കാൽക്കൽ വീണ് കിടക്കുന്ന വിജാതീയനായ കൊർന്നല്യോസിനോട് പറയുക, കൊർന്നല്യോസെ, എഴുന്നേൽക്ക്, ഞാനും ഒരു മനുഷ്യൻ. നമ്മൾ അവിടുത്തെ ആ ഭാഷ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഞാൻ മനുഷ്യനാണെന്നല്ല, നീ എഴുന്നേൽക്ക്, ഞാനൊരു മനുഷ്യനാണെന്നല്ല, ഞാനും ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീയും ഞാനും മനുഷ്യനാണ്. ഇവിടെ ഓർക്കേണ്ട കാര്യം, ഒരു യഹൂദൻ ഒരിക്കലും യഹൂദനല്ലാത്ത ഒരാളെ മനുഷ്യനായി പോലും സങ്കല്പിക്കില്ല. ഇനിയും യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദന്റെ പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ്. കർത്താവെ, നീ ഞങ്ങളെ ഒരു വിജാതീയനായോ ഒരു സ്ത്രീയായോ സൃഷ്ടിക്കാഞ്ഞതിൽ ഞാൻ നിന്നെ. അപ്പോൾ ഇവിടെ യഹൂദൻ പറയുന്ന ആദ്യം, ഒരുപക്ഷെ ഇതിനു മുൻപായിരുന്നെങ്കിൽ, ഈ വെൺമാടത്തിൽ വെച്ചുള്ള ദർശനം ഉണ്ടാവുന്നതിന് മുൻപായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു അന്യ മതസ്ഥൻ തന്റെ കാൽക്കൽ വീണ് കിടക്കുന്നത് കണ്ട് പത്രോസിന് വലിയ അഭിമാനം തോന്നിയത്. അഴിക്കോട് മാഷിന്റെ ഒരു പ്രയോഗം കടമെടുത്താൽ, പത്രോസ് ഇതിനു മുൻപായിരുന്നെങ്കിൽ അഭിമാന വിജൃംഭിതനായേനെ. അല്ലേ? അഭിമാന വിജൃംഭിതനായേനെ. പറയാൻ ശ്രമിക്കേണ്ട, ചിലപ്പോ നമ്മുടെ കയ്യിൽ അത് നിൽക്കണമെന്നില്ല. എന്ന് പറഞ്ഞാൽ വലിയ അഭിമാനം തോന്നും, അല്ലെ? കാരണം ആരാണ്? ഇവനേക്കാൾ ഞാൻ ഉയർന്നവനാണ്. എന്നാൽ ഇവിടെ ദൈവം സോഫ്റ്റ്വെയർ ആയി വന്നപ്പോ, ഇതിനു മുൻപ് മതത്തിന്റെ കണ്ണിലൂടെ മനുഷ്യനെ കാണുകയായിരുന്നെങ്കിൽ, മതമായിരുന്നു പത്രോസിന്റെ തലയിലെ സോഫ്റ്റ്വെയർ എങ്കിൽ, ഉറപ്പായും ഈ വീട് കിടക്കുന്ന കൊർന്നല്യോസിനെ കണ്ട് കുറച്ചു നേരം കൂടെ അവരവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞേനെ. എന്നാൽ ദൈവം തലയ്ക്കകത്ത് കയറിയപ്പോ ഇന്നലെ വരെ അഭിമാനിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് ഒരു അഭിമാന വിഷയമല്ല, മറിച്ച് അതൊരു അശ്ലീലമായി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നലെ വരെ അഭിമാനിച്ചിരുന്ന ഒരു വിഷയമാണ്, ഞാൻ മറ്റു മതങ്ങളെക്കാൾ, അല്ലെങ്കിൽ യഹൂദന്മാർ മറ്റു മതക്കാരേക്കാൾ ശ്രേഷ്ഠരാണ്, അതുകൊണ്ട് അന്യജാതിക്കാർ യഹൂദന്റെ കാൽക്കൽ വീഴുന്നതിൽ ഒരു തെറ്റില്ല. അത് കണ്ട് സന്തോഷിച്ചിരുന്നയാൾ ദൈവം തലയ്ക്കകത്തോട്ട് കയറിയപ്പോ അഭിമാന വിഷയങ്ങൾ അശ്ലീല വിഷയങ്ങളായി മാറുകയാണ്. അപ്പോൾ അഭിമാനിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അഭിമാന വിഷയങ്ങൾ അശ്ലീല വിഷയങ്ങളായി മാറുകയാണ്. എന്നാൽ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു? അശ്ലീല വിഷയങ്ങൾ അഭിമാന വിഷയങ്ങളായി മാറുകയാണ്. അപ്പൊ ദൈവം തലയ്ക്കകത്തോട്ട് കയറി മതം തലയ്ക്കകത്ത് നിന്ന് ഇറങ്ങുമ്പോ സംഭവിക്കുന്ന ആദ്യത്തെ തിരിച്ചറിവ് ഞാനൊരു മനുഷ്യനാണ് എന്ന ഒരു ബോധ്യമാണ്. ഈ മനുഷ്യനെന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങൾ ഈ ഭാര്യ ഭർത്താവും തമ്മിൽ, ഇവിടെ അല്ല വേറെ പള്ളിയിലൊക്കെ, ഇവിടെ ഭാര്യ ഭർത്താവും വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോ ചിലപ്പോ സ്ത്രീകൾ അവരുടെ ഭർത്താക്കൾ, നിങ്ങൾ എന്തൊരു മനുഷ്യൻ, അല്ലെ, നിങ്ങളൊരു മനുഷ്യനാണോ? അതെന്താ? പുള്ളിക്കില്ലേ കണ്ണുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, മനുഷ്യന്റെ രൂപമുണ്ട്, പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? ഈ പള്ളിയിൽ എത്ര മനുഷ്യന്മാരുണ്ട്? ഒന്ന് ഞാനാ. നമ്മൾ ഇന്നലെ പറഞ്ഞു,
എത്ര മനുഷ്യർ, ഒത്തിരി ഭക്തന്മാരുണ്ട്, പക്ഷെ എത്ര മനുഷ്യന്മാരുണ്ട്? ഇന്നലെ അച്ഛൻ മുമ്പിൽ ഇരുന്ന് സ്തോത്രം പറഞ്ഞ ആളാ, ഇന്ന് അനങ്ങുന്നില്ല. എത്ര മനുഷ്യനുണ്ടെന്ന് ചോദിച്ചിട്ട് നമുക്ക് തന്നെ ഒരു സംശയമാണ്. ആധാർ കാർഡ് അനുസരിച്ച് നമ്മൾ ആരാ? മനുഷ്യന്മാരാ. പക്ഷെ ഒരാൾ മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇന്ത്യൻ പാരമ്പര്യത്തിൽ പറയുന്ന ഒരു കാര്യം, ഈ പശുവിനെ പശുവാക്കുന്നത് പശുത്വമാണ്, അല്ലെങ്കിൽ ഗോത്വമാണ്. പട്ടിയെ പട്ടിയാക്കുന്നത് പട്ടിത്തമാണ്, അതിന്റെ വള്ളി കളയല്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, എന്തൊരു സന്തോഷം അച്ഛന്മാരെ പറഞ്ഞത്. അപ്പോൾ പശുവിനെ പശുവാക്കുന്നത്, അല്ലെങ്കിൽ ഗോക്കളെ ഗോക്കളാക്കുന്നത് ഗോത്വമാണ്. നായെ അല്ലെങ്കിൽ ശ്വാനനെ ശ്വാനനാക്കുന്നത് ശ്വാനത്വമാണ്. മറ്റേത് മതിയായിരുന്നു. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മനുഷ്യത്വമാണ്. എന്നാൽ നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ മനുഷ്യന്മാരില്ല. ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, പക്ഷെ ആര് മാത്രമില്ല? മനുഷ്യന്മാരില്ല. അപ്പൊ നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഒരു ലോകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഹിന്ദു ഉണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മർത്തോമക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്, പക്ഷെ മനുഷ്യരെ കാണാനില്ല. മനുഷ്യരെ കാണുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ളവരെ കാണാൻ വളരെ എന്താ പറയാ, അതൊരു അപൂർവ കാഴ്ചയാണ്. നമ്മുടെ സുകുമാർ അഴീക്കോട് കുറെ കാലം മുമ്പ് കലാകൗമുദിയിൽ ഒരു ലേഖനം എഴുതി, ഒത്തിരി വർഷം മുമ്പാണ്. ആ ലേഖനത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: മുസ്ലിം കിഡ്നി ഉണ്ടോ? ഒരു സിമ്പിൾ ചോദ്യമാണ്, മുസ്ലിം കിഡ്നി ഉണ്ടോ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, സഭയുടെ പേരിൽ നമ്മൾ കലഹിക്കുകയാണ്. എന്നാൽ നമ്മൾ ആശുപത്രിയിലായാൽ നമുക്ക് ചോര വേണം. മാർത്തോമ ചോര എന്നൊരു ചോരയുണ്ടോ? നമ്മൾ പാടും, എന്താണ്, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. പക്ഷെ ഒരു മലയാളി ചോര എന്നൊരു ചോരയുണ്ടോ? നമ്മുടെ കല്യാണത്തിന് മാട്രിമോണിയൽ ഇതിന്റെ കോളത്തിലൊക്കെ കൊടുക്കും. എന്താ കിടിലൻ! ഇക്കിളിട്ടാ ചിരിക്കാത്തവര് പോലും അത് വാങ്ങിച്ചാൽ ചിരിച്ചു. എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നത്? സുന്ദരൻ, സുശീലയുടെ അനിയത്തി സുശീല, പിന്നെ ഉന്നത കുലജാതൻ. ഇതെന്ത് കൊലയാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ട്. ഉന്നത കൊല, അവള് വാഴക്കൊല, ഏത്തക്കൊല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഉന്നത കൊല, തവിട്ട് നിറം, തന്റേതല്ലാത്ത കാരണങ്ങളാൽ 3 പ്രാവശ്യം വിവാഹമോചനം ചെയ്ത സൽഗുണ സമ്പന്നനായ ഒരു യുവാവിന് അനുയോജ്യമായ, അപ്പൊ എന്തെല്ലാം വിശേഷണങ്ങളാണ്! സുന്ദരനാണ്, അല്ലെങ്കിൽ സുശീലനാണ്, സൽഗുണ സമ്പന്നനാണ്, പിന്നെ വലിയ കൊലയപ്പെട്ട ആളാണ്.
ഈ പുള്ളിയുടെ കുഞ്ഞമ്മയാണ് സെന്റ് തോമസ് അപ്പോസ്തലൻ വന്നപ്പോൾ കഞ്ഞി വെച്ചു കൊടുത്തത്. എന്തല്ല പിന്നെ തവിട്ട് നിറം ഒക്കെ. പക്ഷേ ചോര വേണ്ടപ്പോ ഇത് വല്ലതും ഉണ്ട്? ഉന്നത കുലജാതന്റെ ചോര വേണം, ഉണ്ടോ? ഒന്നിലേ പോസിറ്റീവ്, ഇതിനെ അവിടെ വേറെ ഒന്നും പറയാറില്ല. അതെന്താ പറയാതെ? കാരണം ആശുപത്രിയിൽ ചെന്നാൽ ഏത് മതമാണെങ്കിലും ചോര എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചോര എന്ന് മാത്രമേ അർത്ഥം. അതുകൊണ്ട് ആശുപത്രിയിൽ ചെല്ലുന്നത് വരെ ഉള്ളൂ നമ്മുടെ ജാതിയും മതവും സഭയും കുടുംബവും ഒക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങൾ. അല്ലാത്തപ്പോഴും കുറച്ചു കാലം മുമ്പ് കേരളത്തിൽ ഹൃദയം മാറ്റിവെച്ചു, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ്. നമ്മുടെ യാക്കോബായ സഭയിലെ ഒരു തിരുമേനി കിഡ്നി കൊടുത്തതാണ്. ആ അച്ഛനായിരിക്കുമ്പോ കൊടുത്തതാണ്. അദ്ദേഹത്തെ ഒരു ക്രിസ്ത്യാനിയായ ഒരു പുരോഹിതന്റെ കിഡ്നി അത് ആർക്കാ കൊടുത്തെന്നറിയാമോ? ഒരു മുസ്ലിം സഹോദരനാണ് കൊടുത്തത്. ഇപ്പൊ മലബാറിലെ വയനാട്ടിലെ തിരുമേനിയ കഴിഞ്ഞ ദിവസവും തിരുമേനിയെ കണ്ടിരുന്നു. അപ്പോൾ സ്തേഫാനോസ് തിരുമേനി ആകുന്നതിന് ഒരു ക്രിസ്ത്യാനിയുടെ കിഡ്നി ഒരു മുസ്ലിമിന് വെച്ചു. ഒരു കുഴപ്പമില്ല. ആ ഹൈന്ദവ സഹോദരൻ ഇപ്പോഴും സുഖമായിരിക്കുന്നു. കാരണം ആ പുരോഹിതൻ കൊടുത്തത് ക്രിസ്ത്യൻ കിഡ്നി അല്ല. തിരുവനന്തപുരത്തുള്ള ഒരു ഹൈന്ദവ സ്നേഹിതൻ, ഇതൊക്കെ പത്രത്തിൽ വന്നതാണ്, അദ്ദേഹത്തിന്റെ മരണം ഉറപ്പായി. അപ്പോൾ ഹൃദയം മാറ്റിവെക്കണം. ഇത് എറണാകുളത്തുള്ള ഒരു റെജി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ യുവാവിലാണ് ഈ ഹൃദയം വെച്ച് പിടിപ്പിച്ചത്. ആ റെജി ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. കാരണം ഹൈന്ദവ സ്നേഹിതൻ കൊടുത്തത് ഹിന്ദു ഹൃദയമല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ജനിക്കുന്നത് മനുഷ്യരായിട്ടാണ്. എന്നാൽ ലോകത്തിൽ ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനുഷ്യനല്ലാതായി മാറുകയാണ്. ഒരു പഴയ പ്രയോഗമുണ്ട്, വൈ ഗോഡ് ഡസന്റ് ഹാവ് എ നെയിം. നമ്മുടെ ഇംഗ്ലീഷിൽ PhD പഠിക്കുന്ന ഒരു കൊച്ചൊക്കെ പറഞ്ഞ ഞാൻ ഒരു ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞത് ഷാനി അല്ലേ? ആ, എന്തുകൊണ്ടാണ് ദൈവത്തിനൊരു പേരില്ലാത്തത്? ദൈവത്തിനൊരു പേരുണ്ടെന്ന് വിചാരിക്കുക, ഡിസൂസ. അത് കേൾക്കുമ്പോഴേ ഓർത്തോണം ദൈവം ആരാണ്? ആംഗ്ലോ ഇന്ത്യനാണ് അല്ലേ? ദൈവത്തിന്റെ പേര് അയ്യങ്കാർ. ഉടനെ ഓർത്തോണം അതൊരു തമിഴ്നാട്ടുകാരനാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ പേര് റെഡ്ഡി, അല്ലെങ്കിൽ ദൈവത്തിന്റെ പേര് മത്തായി. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവത്തിന് പേരില്ലാത്തത്? ദൈവത്തിന് ജാതിയില്ല, ദൈവത്തിന് മതമില്ല. ദൈവം സൃഷ്ടിച്ചത് മനുഷ്യരെയാണ്. ഇതെത്ര പറഞ്ഞാലും നമുക്ക് തലയിലോട്ട് കയറത്തില്ല. എവിടെ ചെല്ലുന്നത് വരെ, ആശുപത്രിയിലാകുന്നത് വരെ ഹിന്ദുവിന്റെ ചോരയും മുസ്ലിമിന്റെ ചോരയും ദൈവമുള്ളവന്റെ ചോരയും ദൈവമില്ലാത്തവന്റെ ചോരയും, അവൻ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എനിക്ക് ഏത് മതക്കാരന്റെ ചോരയും സ്വീകരിക്കാം. എന്താണ് അതിന്റെ അർത്ഥം? ദൈവം നമ്മളെ സൃഷ്ടിച്ചത് മനുഷ്യരായിട്ടാണ്.
എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ പ്രൈമറി ഐഡന്റിറ്റി, ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാനൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് ഇപ്പോ MBBS MDO കഴിഞ്ഞു പോയ ഒരാൾ അങ്ങ് അന്റാർട്ടിക്ക് ഡോക്ടറായിട്ട് ജോലി ചെയ്യാം, ഇവിടുന്ന് നെഫ്രോളജി ഒക്കെ കഴിഞ്ഞിട്ടാ പോയി, അല്ലെ? വേദോസ്തവത്തിലുള്ള ഒരു വാക്കാണ് നെഫ്രോസ്, കിഡ്നി, അല്ലെ? നമുക്കറിയാം ഈ സയൻസ് ഒക്കെ മിക്കവാറും എല്ലാം ഈ ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടാകുന്നത്. നെഫ്രോസ്, കിഡ്നി. കിഡ്നി എന്ന് പറഞ്ഞാൽ വേദോസ്തവത്തിലുണ്ട് കിഡ്നി. എന്റെ ഉൾപ്പൂവിനെ പോലും ശോധന ചെയ്യുന്ന എന്ന് നമ്മളൊരു പാട്ടില്ലേ, ഞാൻ 2002 എഴുതിയ മാരാമണ്ട പാട്ട് അതിനകത്തുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, അച്ഛൻ എന്താ ഈ ഉൾപ്പൂ? അപ്പൊ ഞാൻ എഴുതി, എന്റെ ഉൾപ്പൂവിനെ പോലും ശോധന ചെയ്യും. ഉൾപ്പൂവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൂലഭാഷ നെഫ്രോസ് എന്നാണ്, കിഡ്നി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടുന്ന് കിഡ്നി സൂത്രമെല്ലാം പഠിച്ചിട്ട് പോയ ഒരാൾ അങ്ങ് ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ അയാൾക്ക് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ? പറ്റത്തില്ലേ. അവിടെ ചെന്ന് ക്വാളിഫൈ എക്സാം ഒക്കെ എഴുതിയെന്ന് വിചാരിച്ചു, പറ്റില്ല. അപ്പൊ ഇവിടുത്തെ കിഡ്നി തന്നെയാണോ അവിടുത്തെ കിഡ്നി? ആണോ അല്ലേ? ഇവിടെ മലയാളി കിഡ്നിയാ പുള്ളി പഠിച്ചത്, പക്ഷെ ആഫ്രിക്ക ചെന്നപ്പോ അവിടെ കംപ്ലീറ്റ് ആഫ്രിക്കൻ കിഡ്നിയാ. അപ്പൊ ഇവിടെ മലയാളികളുടെ കിഡ്നി വെച്ച് പഠിച്ചയാള് ആഫ്രിക്ക ചെന്നാലും ഇവിടുത്തെ മനുഷ്യന്റെ കിഡ്നി എവിടാണോ ഇരിക്കുന്നത് എന്തോ നാളത്തെ കൊള്ളാം തല്ലാൻ പറ്റും. അപ്പൊ ലോകത്തെല്ലായിടത്തും മനുഷ്യൻ ഒരുപോലെയാണ്. അതുകൊണ്ട് പത്രോസ് പറയാണ്, നീ എഴുന്നേൽക്ക്, ഞാനും ഒരു മനുഷ്യനാണ്. അപ്പോൾ പത്രോസ് ഒരു യഹൂദനാണ്, വീണ് കിടക്കുന്ന കൊർന്നല്യോസ് ഒരു വിജാതീയനാണ്, മാമോദീസ വെള്ളം വീഴാത്തയാളാണ്, ക്രിസ്ത്യാനി അല്ല, യഹൂദനല്ല, വേറെ ഒരു മതത്തിലോ ജാതിയിലോ പെടും. പക്ഷെ പത്രോസ് പറയുന്നു, നീ എഴുന്നേൽക്ക്, നീയും ഞാനും മനുഷ്യനാണ്. ഇത് ഇന്നലെ വരെ പത്രോസിന് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. ഈ മതം തലയ്ക്കകത്ത് കയറിയാലുള്ള കുഴപ്പം, എല്ലാ മനുഷ്യരെയും മതത്തിന്റെ കണ്ണിലൂടെ മാത്രമേ കാണൂ. എന്നാൽ മതം താഴെ ഇറങ്ങി ദൈവം തലയ്ക്കകത്തോട്ട് കയറിയാൽ പിന്നെ മതത്തെക്കാൾ വലുതാണ് മനുഷ്യൻ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു സാഹചര്യം ഒക്കെ നോക്കിയാൽ എന്തുമാത്രം വെറുപ്പാണ് മതത്തിന്റെ പേരിൽ മനുഷ്യൻ പുറന്തള്ളുന്നത്. ഒരുപക്ഷെ ഡൽഹിയിൽ ഈ ജനുവരി മാസത്തിലൊക്കെ വലിയ പൊല്യൂഷനുണ്ട്. എന്നാൽ അതിനേക്കാൾ ടോക്സിക് ആണ് ഓരോ സമുദായ നേതാവും മതമേലധ്യക്ഷന്മാരും ഒക്കെ ഈ കാസായുടെ പേരിലായാലും അല്ലാതാണെങ്കിലും മനുഷ്യനെ സ്നേഹിക്കാനല്ല വെറുക്കാനാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ തലയിൽ മുഴുവൻ എന്താണ്? മതമാണ്. അപ്പോൾ ദൈവം ഇരിക്കേണ്ട സ്ഥാനത്ത് മതം കയറിയിരുന്നാൽ പ്രധാനം എന്തായി മാറും? മനുഷ്യനേക്കാൾ മതം പ്രധാനമാവും. ഈ യഹൂദന്മാർക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ കർത്താവ് പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ത്രീയുണ്ട്, 18 വർഷമായി കുനിഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീ. അപ്പൊ യേശു ആ സ്ത്രീയെ സുഖമാക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കൂടി വന്ന ആളുകൾ പറയുന്നു, നോ നോ നോ, എന്താണ് വലുത്? ശബത്താണ് വലുത്, മനുഷ്യനല്ല. അപ്പോൾ യേശു പറയുന്നുണ്ട്, മനുഷ്യൻ ശബത്തിന് വേണ്ടിയല്ല, ശബത്ത് മനുഷ്യന് വേണ്ടിയാണ്. അപ്പോൾ മതം എന്നത് മനുഷ്യന് വേണ്ടിയാണ്, അല്ലാതെ മനുഷ്യൻ മതത്തിന് വേണ്ടിയല്ല. വീണ്ടും കർത്താവിന്റെ ശിഷ്യന്മാർ ഒരു ദിവസം ശബത്തിൽ വിളഭൂമിയിലൂടെ പോകുന്നു.
നല്ലപോലെ വിശന്നപ്പോ അവരെന്ത് ചെയ്തു? ആ ഗോതമ്പ് മണി പറിച്ചത്. അപ്പൊ ഇങ്ങനെ മൈക്രോസ്കോപ്പുമായിട്ട് നടക്കുന്ന ഒരു കുറച്ചു പേരുണ്ടായിരുന്നു. അവര് നോക്കിയപ്പോ ശബത്തിൽ എന്തു പറിച്ചു തിന്നുന്നു? അപ്പൊ അവര് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നു? ശബത്ത് ലംഘിക്കുന്നു. അപ്പൊ യേശു മനസ്സിലായി ഇവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. അപ്പൊ യേശു ഒരു പഴയ കഥ പറയും. നിങ്ങളുടെ വല്യപ്പനെ ഓർമ്മയുണ്ടോ? ദാവീദിനെ. ദാവീദും കൂടെയുള്ളവരും വിശന്നപ്പോൾ എന്താ ചെയ്തത്? അവർ നേരെ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രം വിഹിതമായിരിക്കുന്ന കാഴ്ചയപ്പം. അപ്പോൾ യേശുവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം യേശു ഒരു കുഷ്ഠരോഗിയെ തൊട്ടു സുഖമാക്കും, ഒരു ശവശരീരത്തെ തൊട്ട് യേശു ഉയർപ്പിക്കുന്നു. അപ്പൊ യേശുവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം യേശു തന്റെ ശിഷ്യന്മാരെയും മറ്റുള്ളവരെയും പഠിപ്പിക്കാൻ ശ്രമിച്ചത് മനുഷ്യനാണ് വലുത്, മതമല്ല. ഇവിടെ പത്രോസ് പറയുന്നു, ഞാനും ഒരു മനുഷ്യനാണ്. ഞാനൊരു കുസൃതിക്ക് വേണ്ടി നിങ്ങൾ അങ്ങ് ചിന്തിച്ചു. ഇപ്പൊ ഈ പത്രോസിന്റെ കാൽക്കൽ ഒരാള് താണ് വീണ് കിടക്കും. നിങ്ങളുടെ വീട്ടിൽ കുറെ കാലം ജോലി ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോ ഇച്ചിരി നടുവൊക്കെ വളച്ച് നിൽക്കുമ്പോ നിങ്ങൾക്ക് സന്തോഷം തോന്നുമോ? അതോ നിങ്ങളുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ഇരട്ടി പ്രായമുള്ള ഒരു ചേച്ചി നിങ്ങളെ ചേച്ചി അല്ലെങ്കിൽ കൊച്ചമ്മ എന്നൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ ഉളിപ്പാണോ തോന്നുന്നത്? എന്തോ തോന്നുന്നു? സന്തോഷം തോന്നും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ കാലത്തോട്ട് സാറേ എന്ന് പറയുമ്പോൾ, എടാ നീയും ഞാനും മനുഷ്യനാണ് പറയുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഇപ്പൊ കോളേജിലൊക്കെ ഉണ്ട്, റിട്ടയർ ചെയ്ത് ഇനിയിപ്പോ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുത്തെ ഒരു എന്താ പറഞ്ഞ, ഇപ്പൊ പിയൂണെന്നൊക്കെ പറഞ്ഞുള്ള വാക്കൊന്നും ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാറില്ല. ഓഫീസ് അസിസ്റ്റന്റ് എന്നോ പേഴ്സണൽ അസിസ്റ്റന്റ് എന്നോ പേര് മാത്രമേ മാറുന്നുള്ളൂ. നമ്മളെക്കാൾ എത്രയോ പ്രായമുള്ള മനുഷ്യർ നമ്മളുടെ മുൻപിൽ നടുവളച്ചു നിൽക്കുമ്പോ നിവർന്നു നിൽക്കാൻ നമ്മൾ എന്താ പറയാത്തെ? നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം നമ്മൾ ആരാണെന്നാണ്. നമ്മൾ മനുഷ്യരാണ് എന്ന കാര്യം മറന്നു. ഒരുപക്ഷെ ജോലിയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ പറയുമായിരിക്കും, പ്രത്യേകിച്ച് ഈ പോലീസിലും പട്ടാളത്തിലും ഒക്കെ ആകുമ്പോൾ അവരുടെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ക്രമമാണ്. ഒരുപക്ഷെ അത് ആവശ്യമായിരിക്കാം, സല്യൂട്ട് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഉള്ളത് ആവശ്യമായിരിക്കാം. എന്നാൽ അതിന് പുറത്ത് അല്ലാത്ത സന്ദർഭങ്ങളിൽ ഒരു മനുഷ്യ ജീവിയോട് ഇടപെടുന്നത് പോലെ നിങ്ങൾ ഇടപെടുമോ? നിങ്ങളുടെ പറമ്പിൽ പണിയെടുക്കുന്നവർ, അടുക്കളയിൽ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ ഓഫീസിലെ ഏറ്റവും ശമ്പളം താഴ്ന്ന ജോലി എന്നല്ല, ശമ്പളം കുറവുള്ള ജോലി ചെയ്യുന്ന മനുഷ്യരോട് ഒരു മനുഷ്യൻ എന്നതുപോലെ നമ്മൾ ഇടപെടും. അങ്ങനെ ഒന്നും ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, തലയ്ക്കകത്തോട്ട് എന്തോ കയറിയിട്ടില്ല. പല പള്ളികളിലെയും ശുശ്രൂഷകന്മാർ നല്ല പ്രായമുള്ളവരായിരിക്കും. അവര് പിരിവിന് വന്നാൽ നിങ്ങൾ എത്ര പേര് അവരെ വീട്ടിൽ കയറ്റിയിട്ടു?
നമ്മുടെ വണ്ടി ഓടിക്കുമ്പോ പഠിക്കും മനുഷ്യർ, അവരോട് എത്ര പേർ മര്യാദയ്ക്ക് സംസാരിക്കും? ആദ്യം മനുഷ്യനാവണം. ഞാൻ കോട്ടയത്തുള്ള സമയത്ത് ദീർഘദൂരമൊക്കെ പോകേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ എല്ലായിടത്തും ഒന്നും അങ്ങനെ നമ്മൾ കൊണ്ടുപോകില്ല, എന്നാൽ ഒത്തിരി ദൂരമൊക്കെ ഉള്ളപ്പോൾ ചിലപ്പം സ്ഥിരമായി വിളിക്കുന്ന ഒരു ചേട്ടനുണ്ട്, പ്രകാശ് എന്ന ആ ചേട്ടന്റെ പേര്. ഈ ചേട്ടൻ KSRTCയിലെ ഒരു റിട്ടയർ ചെയ്ത ഒരു ഡ്രൈവറാണ്. അദ്ദേഹത്തിന്റെ 2 പെൺമക്കളായതുകൊണ്ട് അദ്ദേഹം മിക്കവാറും നൈറ്റ് ആണ് എടുക്കുന്നത്. കാരണം കൂടുതൽ പൈസ കിട്ടും. ഇന്നത്തെ പോലെ അത്രയും ശമ്പളമുള്ള കാലമൊന്നുമല്ല. അപ്പൊ കോട്ടയത്ത് നിന്ന് ഒന്ന് ഈ കോഴിക്കോട്ടോ കണ്ണൂരോട്ടോ ഒക്കെ ആയിരിക്കും ബസ് ഓടിക്കുന്നത്. നേരം വെളുക്കുമ്പോൾ അവിടെ ചെല്ലും. അപ്പൊ ഈ ചേട്ടൻ ഒരു ദിവസം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ വളരെ സങ്കടത്തോട് പറഞ്ഞൊരു കാര്യം, എന്റെ അച്ഛാ, രാത്രി ഉറങ്ങാതിരിക്കാൻ എന്തൊക്കെ ചെയ്യുമെന്നറിയാം? മുളക് ചവയ്ക്കും, കണ്ണിൽ വിക്സ് പുരട്ടും, ഉറങ്ങാൻ പാടില്ല. കാരണം എന്താണെന്നറിയാം? ഈ ബസ്സിലിരിക്കുന്ന മനുഷ്യന് മുഴുവൻ എന്നെ വിശ്വസിച്ചാ ഉറങ്ങുന്നത്. എത്ര മുളകാച്ചാ ഒരു ദിവസം രാത്രി ചവയ്ക്കുന്നതെന്നറിയാം? ചിലപ്പം മനുഷ്യനല്ലേ ഏതെങ്കിലും ഒരു കുഴിയിലോ മമ്പിലോ ഒക്കെ അറിയാതെ വീണു പോയാൽ ഒട്ടനെ ചാടിയ താനൊക്കെ എവിടെ നോക്കിയാണോ ഓടിക്കുന്നത്? എന്നോട് പറയാച്ചാ, ഇത്രയും കാലമായാലും ഒരാള് പോലും യാതൊരു പരിക്കുമില്ലാതെ ഞാൻ കോഴിക്കോട്ടോ കണ്ണൂരോ എത്തുമ്പോ, ചേട്ടാ താങ്ക് യു ചേട്ടാ. നമ്മൾ ആദ്യം മനുഷ്യനാവും. മനുഷ്യനാവുന്നതിന്റെ പേരാണ് ആത്മീയത എന്ന് പറയുന്നത്. ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോ, ഇപ്പൊ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നേക്കാൾ പ്രായമുള്ളവരെ ചേട്ടാന്നോ അല്ലെങ്കിൽ ചേച്ചിന്നോ ഒക്കെ വിളിക്കാൻ. അപ്പൊ ഞാൻ കുണ്ടറ പള്ളിയിൽ ചെന്നപ്പോ അവിടെ ചേട്ടനെ ഞാൻ ഫിലിപ്പച്ചായ എന്ന് വിളിച്ചു. കുണ്ടറ കല്യാണമൊക്കെ കഴിച്ചിട്ടുള്ളവരോ ഫിലിപ്പച്ചായ എന്ന് വിളിച്ചു. പുള്ളിയുടെ കണ്ണ് നിറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിക്കും, ഞാൻ തെറി വല്ലതും ആണ് ഫിലിപ്പച്ചായ? നമുക്ക് അറിഞ്ഞുകൂടും, ഓരോ ദേശത്തെ തെറി എന്താന്ന് നമുക്ക് അറിഞ്ഞുകൂടും. ഞാൻ ചോദിച്ചു, എന്നാ ഫിലിപ്പച്ചായ? എന്നിട്ട് എന്നെ ആദ്യമായിട്ട് ഒരാൾ അച്ചായ എന്ന് ചേർത്ത് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, വലിയ ഭക്തനൊന്നും ആവണ്ട, മനുഷ്യനാവാൻ പറ്റും. മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റും, മര്യാദയ്ക്ക് നമ്മൾ മര്യാദയ്ക്കൊക്കെ ഇടപെടും. ആരോടാ? നമ്മളെക്കാൾ എളിയവരോടല്ല, അല്ലെ? ഇപ്പൊ ഞങ്ങൾ അച്ഛന്മാരൊക്കെ ആണെങ്കിലേ ഇപ്പൊ പള്ളിയിലെ ശുശ്രൂഷകരെയൊക്കെ എടുത്തിട്ട് ചാടിക്കും. തിരുമേനി വരുമ്പോഴും നിൽക്കുന്നത് ഇപ്പ് കണ്ട. എന്തുകൊണ്ടാണ്? ഈ സ്നേഹം ബഹുമാനം എല്ലാവർക്കും അർഹിക്കുന്നില്ലേ? കാരണം നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഓരോ മനുഷ്യനും ദൈവത്തിന്റെ സ്വരൂപം വഹിക്കുന്നവരാണ്, ദൈവത്തിന്റെ സാദൃശ്യം വഹിക്കുന്നവരാണ്. ഇത് മറക്കുമ്പോൾ, മതം തലയ്ക്കകത്ത് കയറുമ്പോൾ, പണം തലയ്ക്കകത്ത് കയറുമ്പോൾ, അധികാരം തലയ്ക്കകത്ത് കയറുമ്പോൾ, നമ്മുടെ മുൻപിൽ നിൽക്കുന്നവരെ മനുഷ്യരായി കാണാൻ നമുക്ക് സാധിക്കും. പത്രോസ് പറയാ, നീ എന്റെ കാൽക്കൽ കിടക്കരുത്, കാരണം ഞാനൊരു മനുഷ്യനാണ്. ഞാനും എന്ന് പറഞ്ഞാൽ നിന്നെ പോലെ ഒരു മനുഷ്യനാണ്. അപ്പോൾ ദൈവം തലയ്ക്കകത്ത് കയറിയാൽ ഉണ്ടാവേണ്ട ആദ്യത്തെ ഡിസേൺമെന്റ്, ആദ്യത്തെ തിരിച്ചറിവെന്ന് പറയുന്നത് ഇതാണ്, ഞാനൊരു മനുഷ്യനാണെന്നല്ല, ഞാനും ഒരു മനുഷ്യനാണ്. മറ്റേതു മനുഷ്യനെ പോലെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതാണ് പത്രോസിനുണ്ടായ ഒന്നാമത്തെ തിരിച്ചറിവ്. 2 അവിടെ പറയുന്നു, 28 വാക്യം, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവരുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ച് തന്നിരിക്കുന്നു.
എന്നാണ് 20. And he said to them, you yourself know how unlawful it is for a Jew to associate with or to visit anyone of another religion or nation. But God has shown me that I should not call any person common or unclean. അപ്പോൾ പത്രോസ് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഇതുവരെ താൻ പ്രവേശിക്കാൻ മടിച്ചിരുന്ന ഒരു അന്യ മതസ്ഥന്റെ വീട്ടിൽ നിന്നുകൊണ്ട് പത്രോസ് പറയുക, കൊർന്നല്യോസിനോട് പറയുക, അറിയാമല്ലോ എന്താണ് ഞങ്ങളുടെ നിയമം? അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയും. അപ്പോൾ എന്താണ് മതനിയമം? യഹൂദനല്ലാത്ത ഒരാളുടെ അടുക്കൽ ചെല്ലുന്നതും അവരുമായി എന്തെങ്കിലും ഇടപാട് നടത്തുന്നതും ആർക്ക് വിലക്കിയിരിക്കുക? യഹൂദന് വിലക്കി. എന്നിട്ട് അടുത്ത വാചകമാണ് എങ്കിലും. എന്റെ മതത്തിന്റെ നിയമം എന്താണ്? മറ്റു മതക്കാരന്റെ അടുക്കൽ ഒന്നും പോകരുത്. എങ്കിലും, ഭയങ്കര പ്രയോഗമാണ്. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനെന്നോ അശുദ്ധനെന്നോ പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഒരാളെയും മലിനനെന്നും അശുദ്ധനെന്നും പറയാതിരിക്കാൻ ദൈവം ഇതിൻ്റെ അകത്തോട്ട് കയറണം. ദൈവത്തിന് പകരം മതം ഇരിക്കുകയാണെങ്കിൽ മതത്തിന് പുറത്തുള്ള പലരും ആരായിട്ട് തോന്നും. ഇവിടെ ദൈവം പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് പറയാൻ നീ ആരാണ്? ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നോട് അലോഹ്യം തോന്നരുത്. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ജാതി വളരെ ശക്തമാണ്. എനിക്ക് പരിചയമുള്ള ഒരു അപ്പച്ചനെ വീട്ടിൽ പോയി. അപ്പച്ചനാണെങ്കിൽ വലിയ ഭക്തനാണ്. കുറെ വർഷമായിട്ട് ഇടവ മിഷനിലൊക്കെ പങ്കെടുക്കുന്നു. സേവ്യാസംഘത്തിൽ മാത്രമേ ഉള്ളൂ ഈ അപ്പച്ചൻ ഇല്ലാത്തത്. അതും പുള്ളി പറഞ്ഞ അത് ശരിയല്ല, ആ നിയമം മാറ്റണം എന്ന് പറയുന്ന ആളാണ്. അപ്പൊ അങ്ങനെ എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളും ഭക്തി പ്രസ്ഥാനങ്ങളിലും ഉണ്ട്. അപ്പൊ ഞാനൊരു ദിവസം അവിടെ ചെന്നു. അപ്പച്ചനും അമ്മച്ചിയേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തോന്ന് വിശേഷം? അപ്പൊ രണ്ടുപേരും നല്ല പ്രായമുള്ളവരാണ്. ആരെങ്കിലും ഉണ്ടോ അപ്പച്ച സഹായിക്കാൻ? അപ്പൊ അപ്പച്ചൻ പറഞ്ഞു ഉണ്ടച്ഛൻ. എന്നിട്ട് അടുത്തത് ഉണ്ടച്ഛ എന്ന് പറഞ്ഞത് നല്ല ഉറക്കയാണ്. അടുത്തത് അപ്പച്ചൻ ഒരാഴ്ച മേളിലോട്ട് വിടുന്ന സ്തോത്രം ഒരു 350 സ്തോത്രം ഇങ്ങനെ മേളിലോട്ട് വാണം വിടുന്ന പോലെ വിടുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ചോറും കൂട്ടാനും വെച്ച് തന്ന് പെരക്കകം തുടച്ച് മുറ്റം വൃത്തിയാക്കി വയ്യാതെ കിടക്കുമ്പോൾ എല്ലാ ശുശ്രൂഷകളും ചെയ്ത് തുണിയും അലക്കി സന്ധ്യയ്ക്ക് തളർന്ന് വീട്ടിലോട്ട് പോകുന്ന ആ പാവം സഹോദരിയോട് പറയുകയാണ്, ഇയാളൊക്കെ സ്വർഗത്തിൽ പോകുമോ? ഉണ്ടച്ച. എന്തൊരു മനുഷ്യരാണ് നമ്മൾ! നമുക്കെന്താണ് മനുഷ്യനെ കണ്ടാൽ മനസ്സിലാവാതെ? പലരും നമുക്കിന്ന് മലിനരും അശുദ്ധരുമാണ്. നമ്മൾ ഈ ജാതി ഒക്കെ പറയുന്നതിന് നമ്മുടെ കൂട്ടത്തിലില്ലേ? ഈ ശുദ്ധി അശുദ്ധിയുടെ ഏറ്റവും വലിയ ഇരകളാണ് ഈ ഇരിക്കുന്നത്. ഒരിക്കലും ഒരു പെങ്കൊച്ചനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ആ പള്ളി ചെന്ന് അധിക കാലമായില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു വർഷമായി ഞാൻ കുർബാന കൊണ്ടിട്ട്. ഞാൻ ചോദിച്ചു അതിന്റെ അച്ഛനോടൊന്നും വല്ല പ്രശ്നം കൊണ്ടാണോ? അല്ല. പിന്നെ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? പ്രസവിച്ചു. അതുകൊണ്ട് ഇനി മാമോദീസ കഴിയുന്നിടം വരെ കുർബാന കൊള്ളരുത്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്നെ കിട്ടിയവനാണ്? പുള്ളി എന്നെ അയച്ചു. ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കിട്ടിയ ട്രോഫി അല്ലേ അത്?
രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഉത്സാഹിച്ചത് കൊണ്ടല്ലേ ഇവിടെ വരെ വന്നേ. ഇതിൽ ഒരാൾ എങ്ങനെയാണ് അശുദ്ധനാവും? ഒരു വർഷമായി കുർബാന കൊള്ളാൻ ഒറ്റ തെറ്റേ കയറും. വെള്ളം അടിച്ച് കിണ്ടിയായി തലേ ദിവസം കിടന്നവൻ വന്ന് വാ വിളിക്കും കുർബാന കൊള്ളാൻ. അവൻ അശുദ്ധനല്ല. സകലതോന്നിവാസവും പറഞ്ഞ് സകലേഷണിയും പറഞ്ഞ് കൂട്ടിപ്പിടിപ്പിക്കാവുന്നത് മുഴുവൻ കൂട്ടിപ്പിടിപ്പിച്ച് തലേ ദിവസം വൈകിട്ടും ആത്മാവിൽ സ്പിരിറ്റിനായി പിറ്റേ ദിവസം ഒരശുദ്ധിയുമില്ല. പ്രസവിച്ചാൽ അശുദ്ധം. ഒരു മനുഷ്യനെയും ഈ ശബരിമല സമരം നടക്കുന്ന സമയത്ത് എന്റെ അമ്മയ്ക്ക് യൂട്രസ് ഓപ്പറേഷൻ. എന്റെ അമ്മയ്ക്ക് യൂട്രസ് ഉള്ളതുകൊണ്ടാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാനാണ് ഇത് കണ്ടിട്ടുമില്ല. ഇതെങ്ങനെ ഇരിക്കും? ഇപ്പൊ എന്റെ കാര്യം, എന്നെ പോലെ ഒരാളെ പ്രസവിക്കണമെങ്കിൽ ഒരു ബക്കറ്റിന്റെ അത്രയെങ്കിലും വേണം. അല്ലാതെ ഒരു അച്ഛനല്ലേ ഞാൻ. അപ്പൊ എന്നെ പ്രസവിക്കാൻ അത്രയും വലിപ്പമാണ്. അപ്പൊ ഞാൻ എന്റെ അനിയനോട് പറഞ്ഞു, ഞാൻ ബൈസ്റ്റാൻഡറായിട്ട് നിന്നോളാം. അങ്ങനെ 8 ദിവസം അമ്മയുടെ കൂടെ ഞാനാണ് ഈ ഓപ്പറേഷന്റെ സമയത്തെല്ലാം നിന്ന്. അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോ ആ ഹോസ്പിറ്റലിൽ എന്നെ പരിചയമുള്ള ഒരു ഡോക്ടർ അതുവഴി എന്നെ അച്ഛാ ഇവിടെ കാര്യങ്ങളൊക്കെ. അപ്പൊ പുള്ളി കുറച്ചു നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ഈ ശബരിമല സമരത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഞാൻ പറഞ്ഞു, ആ പറഞ്ഞത് ഞാൻ ഇവിടെ പറയുന്നില്ല, ഈ സാധനം ഉള്ളത് കൊണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് അത് വിടാം. ഒരു കോൺവെർസേഷൻ നടന്നു അതിനെ കുറിച്ച്. ഞാൻ പറഞ്ഞു നമുക്ക് അത് വിടാം. ഇപ്പോഴും ആർത്തവ സമയത്ത് സ്ത്രീകളെ അശുദ്ധരായി തന്നെ കാണുന്നത്. ചില പ്രത്യേക സഭകളിൽ അന്ന് പള്ളി പോകാൻ പാടില്ല. ഈ അടുത്ത സമയത്ത് ഞാനൊരു പെങ്കൊച്ചിന്റെ കല്യാണത്തിന് പോയി. ഞാനുമായിട്ട് വലിയ കൂട്ടം. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ വർത്താനൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് സുഖമായിരിക്കുന്നത്? അപ്പൊ അവളെന്നോട് പറഞ്ഞു, അച്ഛാ ആകെ കുളമായി. ഞാൻ ചോദിച്ചു എന്തോ പറ്റി? അപ്പൊ അവള് ചെവിയിൽ വിവരം പറഞ്ഞു, അച്ഛാ പീരിയഡ്സ് ആയി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്തിനാ ചിരിക്കുന്നേ? അല്ല, സാധാരണ അനുസരിച്ച് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല ആ സഭയിൽ. ഇന്ന് അവര് കല്യാണം മാറ്റി വെക്കുമോ എന്ന് എനിക്കൊന്ന് കാണണം. കല്യാണം മാറ്റി വെക്കാൻ പറ്റൂ? അപ്പൊ അന്ന് പള്ളി പോയാൽ കുഴപ്പമില്ലേ? അപ്പൊ ബാക്കി ദിവസങ്ങൾ ഒന്നും പോകാൻ പാടില്ല, കാരണം കല്യാണം. അപ്പൊ നമുക്ക് സൗകര്യമുള്ളതുപോലെ ശുദ്ധി അശുദ്ധി മാറ്റാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഞാൻ ഈ ഡോക്ടറോട് ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു, അച്ഛൻ പറയുന്നത് ശരിയല്ല, വേദോത്സവത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഈ പണ്ട് CNN ഒരു പരിപാടിയുണ്ട്, ഈ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അതിന്റെ ഫ്ലിപ്പ് സൈഡ് പറയണം. ഞാന് ഈ ഡോക്ടറോട് കൂടുതൽ തർക്കിക്കുന്നതിന് പകരം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർക്ക് എത്ര പിള്ളേരാ? 2 പെൺപിള്ളേർ. എന്തോ പ്രായമുണ്ട്? മൂത്തവർക്ക് 10, ഇളയവള് 6 7. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഈ ഡോക്ടറുടെ പോയിന്റ് ആർത്തവം അശുദ്ധമാണ്. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ എന്നിട്ടാ ഞാൻ ഈ മക്കളുടെ എണ്ണം ഒക്കെ ചോദിക്കും. അപ്പൊ ഞാൻ ഈ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഈ മൂത്ത കൊച്ച് 10 വയസ്സ്, നമുക്കൊരു 10-17 വയസ്സായിട്ടും ഉപർത്തിയാവുന്നില്ലെങ്കിൽ ഡോക്ടർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഒരു സ്തോത്ര പ്രാർത്ഥന നടത്തുമോ അതോ ഡോക്ടറെ കാണിക്കുമോ? പുള്ളിക്ക് നിൽക്കണോ പോണോ എന്നറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഒരു സ്തോത്ര പ്രാർത്ഥന നടത്തണം. കാരണം അശുദ്ധയാകാതിരിക്കാൻ ദൈവം പ്രത്യേകം അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് വിചാരിച്ച് പള്ളിക്കാരെയൊക്കെ പിടിച്ച് ഒരു ബിരിയാണി കൊടുക്കണം ഡോക്ടറെ. ഇല്ലച്ചാ ഞാൻ ആശുപത്രി കൊണ്ടു. ഞാൻ ചോദിച്ചു, അങ്ങോട്ട് എന്ന് പൈസ കൊടുത്ത് മരുന്ന് വാങ്ങിച്ച് അശുദ്ധ ആവട്ടോ വല്ല കാര്യം? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇപ്പോഴും ഈ ശുദ്ധി അശുദ്ധി നിയമങ്ങൾക്ക് പുറത്തല്ല. നീ അനീതി പ്രവർത്തിക്കുന്നതും കൈക്കൂലി വാങ്ങിക്കുന്നതും കള്ളം പറയുന്നതും അതിരുമാന്തുന്നതും ഏഷണി പറയുന്നതും കൂട്ടിപ്പിടിപ്പിക്കുന്നതും കുടുംബത്തിൽ തല്ലുണ്ടാക്കുന്നതും ഇതൊന്നും നമുക്ക് അശുദ്ധമല്ല. ഇവിടെ പറയുന്നു, ദൈവം എനിക്കൊരു കാര്യം കാണിച്ചു തന്നില്ല. അതെന്താണെന്നറിയാമോ? ഒരു മനുഷ്യനെയും മലിനനെന്നോ അശുദ്ധനെന്നോ പറയരുതെന്ന് ദൈവം എനിക്ക്
കാണിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് പത്രോസിനുണ്ടായ രണ്ടാമത്തെ ഒരു തിരിച്ചറിവ്, സമയം 8 മണി ആയതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകും. അപ്പോൾ ഒന്നാമത് ദൈവം എന്ന സോഫ്റ്റ്വെയർ ദൈവം തലയ്ക്കകത്തോട്ട് കയറിയപ്പോ പത്രോസിനുണ്ടായ ആദ്യത്തെ വെളിപ്പാട്, ഞാൻ പറഞ്ഞത് മതപ്പാടിൽ നിന്നും വെളിപ്പാടിലേക്കാണ്. മതം തലയ്ക്ക് കയറിയ അവസ്ഥയിൽ നിന്നും ദൈവം തലയ്ക്കകത്തോട്ട് കയറുമ്പോ, ദൈവം സോഫ്റ്റ്വെയർ ആകുമ്പോ ഒന്നാമത് നമുക്കെന്ത് മനസ്സിലാവും? ഈ ഭൂമിയിൽ മതം ഏതായാലും നമ്മളെല്ലാവരും ആരാണ്? മനുഷ്യരാണ്. നമ്മുടെ പ്രൈമറി ഐഡന്റിറ്റി എന്നത് മനുഷ്യരാണ്. അതുകൊണ്ട് ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, എന്ത് ചെയ്യുക? എല്ലാവരും ദൈവത്തിന്റെ സ്വരൂപത്തിലുള്ളവരാണ് എന്ന് മനസ്സിലാക്കി മറ്റു മനുഷ്യരോട് ആദരവോടെ പെരുമാറാൻ, ഒരു മനുഷ്യനും എന്റെ കാൽക്കൽ വീണ് കിടക്കുന്നത്, എന്റെ മുൻപിൽ തല കുനിച്ചും നടുവളച്ചും നിൽക്കുന്നതിൽ അഭിമാനിക്കുന്നത് ശരിയല്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക് പത്രോസ് എത്തുകയാണ്. 2, ഇതുവരെ യഹൂദനല്ലാത്തവരൊക്കെ ആരായിരുന്നു? അശുദ്ധനായി. എന്നാൽ പത്രോസ് പറയുന്നു, ദൈവം എനിക്കൊരു കാര്യം കാണിച്ചു തന്നിരിക്കുന്നു. ഇനി ഞാൻ ഒരു മനുഷ്യനെയും മലിനനെന്നോ അശുദ്ധനെന്നോ പറയും. ഒരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനം. 3ാമത്തെ തിരിച്ചറിവ്, 34ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞത്, ദൈവത്തിന് മുഖപക്ഷമില്ലെന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഇപ്പോൾ. ആ വാക്ക് അണ്ടർലൈൻ ചെയ്യണം. നേരത്തെ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക് ഏതാണ്? എങ്കിലും. ഇവിടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മുമ്പ് അറിയത്തില്ല. ഇന്ന് എനിക്ക് മനസ്സിലായ 3ാമത്തെ കാര്യം, ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്ന് ഇപ്പോൾ ഞാൻ യഥാർത്ഥമായി ഗ്രഹിക്കും. അപ്പൊ പത്രോസിനുണ്ടായ 3ാമത്തെ വെളിപാടാണ് പറഞ്ഞു വരുന്നത്, ദൈവത്തിന് മുഖപക്ഷമില്ല. എന്താണ് മുഖപക്ഷം? എളുപ്പത്തിൽ പറഞ്ഞാൽ, നമ്മൾ ഒരാളോടുള്ള നമ്മുടെ സമീപനം, പെരുമാറ്റമെല്ലാം മുഖം നോക്കിയ, അല്ലെ? യാക്കോബ് ശ്ലീഹ എന്താ പറയുന്നത്? നിങ്ങൾ ദരിദ്രം വന്ന് അങ്ങോട്ട് മാറി നിൽക്കാൻ പറയും, എന്നാൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ചു വന്നാൽ പറയും അങ്കിളെ ഇങ്ങോട്ടിരിക്കും, അല്ലെ? നല്ല പൈസയുള്ള ആളാണെങ്കിൽ അങ്കിളാണ്, അല്ലെങ്കിലോ നിൽക്കുന്ന ഞാനും ഇരിക്കുന്ന നിങ്ങളും മുഖം നോക്കിയാണ് മനുഷ്യനെ വിലയിരുത്തുന്നത്. അതിൽ ഞാൻ വേറെ ഒരാളോ നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. എന്താണ് ഈ മുഖപക്ഷം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ ഈ സാധാരണ അച്ചായന്മാരെ കുറിച്ച് പറയുന്ന ഒരു അവർക്കുള്ള പ്രത്യേക ഒരു പട്ടം എന്ന് പറയുന്നത് മൂക്കിന്റെ അറ്റത്താണ് ദേഷ്യം എന്നതാണ്. അല്ലെ? അങ്ങനെയുള്ള ഒത്തിരി പേരെ കേട്ടിട്ടുണ്ട്. വേറെ ഒരിടത്ത് പോക്കറ്റിലല്ല, പാൻറിന്റെ അകത്തല്ല, ബാഗിന്റെ അകത്തല്ല, മൂക്കിന്റെ അറ്റത്താണ് ദേഷ്യം. നമ്മൾ അങ്ങനെയുള്ളവരെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിച്ചപ്പോ ഈ മൂക്ക് കൊണ്ട് 2 പ്രയോജനമാണ്. 2 അല്ല, 3 പ്രയോജനമാണ്. ഒന്ന്, അത് നമുക്ക് ഇതിന്റെ മണം, KSRTC ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ നിൽക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കുന്ന അവയവത്തിന്റെ പേരാണിത്. 2, ശ്വാസം. വിടണ്ടേ? ശ്വാസം എടുക്കുകയും വേണം, സമയം ഉണ്ടെങ്കിൽ കൂടാം. അപ്പൊ ഇതാണ് മൂക്കിന്റെ 2ാമത്തെ പ്രയോജനം. 3ാമത് ഒരു പ്രയോജനം കൂടെ, മരിച്ചു കഴിയുമ്പോ എവിടെങ്കിലും പഞ്ഞി വെക്കണോ, അല്ലേ?
എന്തിനാ മൂക്കി പഞ്ഞി വെക്കുന്നത്? ഇനി എങ്ങാണ് ശ്വാസം തിരിച്ചു കയറി ഈ വല്യപ്പൻ എഴുന്നേറ്റ് വന്നാലും എന്ന് വിചാരിച്ച്. അപ്പൊ ഇങ്ങനെ ചില ഉപയോഗങ്ങളാണ്. എന്നാൽ ഈ 3 ഉപയോഗങ്ങൾ കൂടാതെ മറ്റൊരു കൾച്ചറൽ ഉപയോഗം കൂടെയുണ്ട്, സാംസ്കാരിക ഉപയോഗം. ഇവിടെ നമ്മൾ എന്ത് വെക്കും? ദേഷ്യം വെക്കും. അപ്പൊ അങ്ങനെയുള്ള പലരും ഈ കൂട്ടത്തിൽ കാണാം. അപ്പൊ അവര് പറയുന്നത് എന്താണെന്നറിയാം? അച്ഛാ, പിടിച്ചാ കിട്ടത്തില്ല. ഇതെന്താ വണ്ടിയുടെ ബ്രേക്ക്? പിടിച്ചാ കിട്ടത്തില്ല. അച്ഛാ, എനിക്ക് ദേഷ്യം നിയന്ത്രിക്കണമെന്നുണ്ട്, പക്ഷെ പിടിച്ചിട്ട് കിട്ടത്തില്ല. അപ്പൊ ഒരു ദിവസം ഒരു അപ്പച്ചൻ, ഞാൻ ഈ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച, ഈ അമ്മച്ചിക്ക് എപ്പോഴും പരാതിയാണ്, അപ്പച്ചന് ഭയങ്കര ദേഷ്യമാ, ശുണ്ടിയാ, ദേഷ്യം വന്നാ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, പിടിച്ചാ കിട്ടും. അച്ഛാ, സത്യം, പിടിച്ചാ കിട്ടത്തില്ല. ഇവൾ എന്തെങ്കിലും ചൊറിയുന്ന വർത്താനം പറയും, രണ്ട് പൊട്ടിക്കണമെന്ന് തോന്നുന്നു അച്ഛൻ. ഇനി അച്ഛൻ ഇവിടെ 2 ദിവസം നിന്ന് അച്ഛനും 2 കൊടുത്തിട്ട് പോസം അമ്മാതിരി ചൊറിയുന്ന വർത്താനം അച്ഛൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്നാലും അച്ഛാ, ദേഷ്യം നിയന്ത്രിക്കും, പറ്റത്തില്ല, പിടിച്ചാ കിട്ടത്തില്ല. ഇവൾ ചൊറിയുന്ന വർത്താനം പറഞ്ഞ അന്നേരം പറ്റാട്ട് കൊടുക്കാതെ എനിക്ക് അങ്ങനെ ശീലിച്ചു പോയ അച്ഛൻ. ഈ അച്ഛനെ ഒരാഴ്ച കഴിഞ്ഞ് പോലീസ് വിളിച്ചു, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ ഈ ദേഷ്യം പിടിച്ചാൽ കിട്ടാത്ത ഈ അപ്പച്ചനെ പോലീസുകാർ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ അവിടുത്തെ SI എങ്ങനെയാ വിളിക്കുന്നത്? കർത്താവിൽ പ്രിയദാസ എന്നാണോ? ആണോ? മോനെ എന്ന് വിളിക്കും. അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാണും, എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് അറിയാമെന്ന് ഞാൻ വിശ്വസിപ്പിക്കാം. അപ്പൊ ഈ ഇന്നലെ വരെ എന്നോട് എന്നാ പറഞ്ഞത്? ദേഷ്യം പിടിച്ചാ കിട്ടൂല, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഈ അപ്പച്ചനെ അവിടെ നിൽക്കുന്ന പോലീസുകാരെ എന്തെല്ലാം പറഞ്ഞാലും അപ്പച്ചൻ വല്ലതും പറയൂ? കഴിഞ്ഞ ആഴ്ച എന്നോട് എന്താ പറഞ്ഞേ? പിടിച്ചാ കിട്ടൂല. ഇപ്പൊ കിട്ടുന്നതോ? അപ്പൊ കഴിഞ്ഞ ആഴ്ച കിട്ടാതിരുന്ന എന്താ? ഈ മുൻകോപം എന്നത് അഹങ്കാരമാണ്. ഇവിടെ ആർക്കെങ്കിലും മുൻകോപം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പിണങ്ങിയാലും വേണ്ടില്ല, ഇത് വെറും അഹങ്കാരമാണ്. കാരണം പിടിച്ചാൽ കിട്ടത്തില്ലെന്ന് പറയുന്നവർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലട്ടെ. ഇപ്പൊ ഞങ്ങൾ അച്ഛന്മാർക്ക് ചില പറയും, അച്ഛൻ ഞങ്ങൾ അച്ഛന് ദേഷ്യമോ? ഭദ്രാസന എപ്പിസ്കോപ്പ എന്ന് പറയട്ടെ. ഇനി ഭദ്രാസന എപ്പിസ്കോപ്പായിക്കാണെങ്കിലും ഭയങ്കര ദേഷ്യമാണ്. മെത്രാപ്പൊലീത്തയെ കാണുമ്പോൾ ദേഷ്യം വരുമോ? മെത്രാപ്പൊലീത്തയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം പിണറായി വിജയനെ കാണുമ്പോഴും. പിണറായി വിജയന് ഭയങ്കര ദേഷ്യമാണ് മോദിയെ കാണുമ്പോഴും. മോദിക്ക് ഭയങ്കര ദേഷ്യമാണ് ട്രംപിനെ കാണുമ്പോഴും. ട്രംപിന് പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആരോടാ പറയുന്നത് ദേഷ്യം പിടിച്ചാൽ നല്ലപോലെ കിട്ടും? എന്റെ മുൻപിൽ ഇരിക്കുന്നവനോട് എന്തുമാകാമെന്ന് ഉള്ളിൽ തോന്നുന്നത് കൊണ്ടാണ് ദേഷ്യം. മുമ്പിൽ ഇരിക്കുന്നവൻ എന്നേക്കാൾ ബലവാനാണെന്നും എന്നേക്കാൾ ആരോഗ്യമുള്ളവനെന്നും ഞാൻ ഒരു നേറി പറഞ്ഞാൽ 10 എണ്ണം പറയുമെന്നും വേണ്ടി വന്നാൽ 2 എണ്ണം കീച്ചുവെന്നും അറിയാമെങ്കിൽ മര്യാദ. ഈ റോഡിലൊക്കെ കള്ളു കുടിച്ചിട്ട് ചീത്ത വിളിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ആരുടെ ധൈര്യം ഉണ്ട് വാടാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ കുട്ടനാട്ടുകാരനായിട്ട് വൈകിട്ട് ഇങ്ങനെ വിളിച്ചരാ. അങ്ങനെയാണ് ഞാൻ പല ശ്ലോകങ്ങളും പഠിച്ചത്, കുമാരനാശാന്റെ കവിത. അപ്പൊ ഭയങ്കര എന്റർടൈൻമെന്റാ. എങ്ങനെയെങ്കിലും പരീക്ഷ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ റോഡിൽ പോയി നിൽക്കും. അപ്പൊ മമ്മി പറയും അവിടെ പോയി നിൽക്കേണ്ടെന്നൊക്കെ പറയും. എന്നാലും നമ്മൾ പോയി, ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ? എപ്പോഴും ആവശ്യം വരുന്ന അറിയത്തില്ല. അപ്പൊ കമ്മിറ്റിയിലൊക്കെ നമുക്ക് ഞാൻ വണ്ടി ബിഷപ്പ് കളക്ഷൻ നിന്നപ്പോഴേ ഈ വലിയൊരു ട്രെഡ്മില്ലെ ഓടിച്ചു. ഞാൻ ചോദിച്ചു എന്തിനാ ഓടിക്കുന്നത്? പിന്നെ അവര് പറഞ്ഞു, അച്ഛാ കമ്മിറ്റിയിൽ നിന്ന് വല്ല ഓടേണ്ട ആവശ്യം വന്നാലോ, ഒരു ഇച്ചിരി ഫിറ്റ്നസ് ഉണ്ടായിരിക്കും. അപ്പം ഇവിടെ ഇരിക്കുന്നവരിൽ ദേഷ്യം പിടിച്ചാൽ കിട്ടാത്ത ആരോടായി പറയുന്നത്? ഈ കണ്ടുപിടിച്ച് റോഡിൽ ബഹളം ഉണ്ടാക്കുന്ന ഈ പുള്ളിയുടെ പെട്ടെന്ന് ഒരു ജീപ്പ് വരുന്നു. പൗലോസ് എന്ന് എഴുതിയാൽ മതി, പുള്ളി നിർത്തുമോ ഇല്ലയോ? അതെന്താ ഇത്തിരി മുമ്പേ പറഞ്ഞ എനിക്ക് ഒരുത്തനെ പേടിയില്ലടാ എന്നപ്പോ എവിടുന്ന് വന്ന് പേടി? അപ്പോ ദേഷ്യം പോലും എന്താണ്?
വെറും അഹങ്കാരം, പിടിച്ചാൽ കിട്ടാത്ത ഒരു ദേഷ്യം. അതുകൊണ്ട് എനിക്ക് ഈ മുൻകോപം ഉണ്ടെന്ന് പറയുന്നവരോട് യാതൊരു മതിപ്പുമില്ല. അത് ചെലവാകുന്നിടത്ത് നിങ്ങൾ ഇറക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഭാര്യ തല്ലി ദേഷ്യം വരും, പുള്ളിക്കാരി കുംഫു ആണെന്ന് വിചാരിക്കാൻ, ദേഷ്യം വരുമോ? ഇയാളെ കുംഫു മേളോട്ടിടും. എന്നാൽ ആകെ ആസ്മ ബാധിച്ച് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരു തള്ളയാണെങ്കിലും മുഖപക്ഷമുണ്ടോ? മുഖപക്ഷമേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിൽ അങ്ങനെയാണ് ലോകത്തിന്റെ ക്രമം. എന്നാൽ ദൈവത്തിന് എന്തില്ല? അപ്പൊ നമ്മുടെ വലിയ സമാധാനം എന്ന് പറയുന്നത്, നമ്മുടെ വലിയ പ്രത്യേകത, ലോകത്തിൽ എല്ലായിടത്തും മനുഷ്യൻ മുഖം നോക്കി കാര്യങ്ങളെ തീരുമാനിക്കുമ്പോൾ ദൈവമെങ്കിലും മുഖം നോക്കാതെ, ദൈവം നോക്കുന്ന എന്താ? ഹൃദയമാണ്. ശമൂവേലിനെ ദൈവം ഒരു കുമ്പിളിൽ അഭിഷേക തൈലം ഒക്കെ കൊടുത്തിട്ട് വിട്ടു. നീ ഇശായിയുടെ വീട്ടിൽ ചെല്ലണം. അവിടെ ചെന്ന് നീ അവിടെ ചെല്ല്, നമുക്കൊരു പുതിയ രാജാവിനെ വേണം. അപ്പൊ അവിടെ ചെന്നപ്പോ എത്ര പിള്ളാരാ? 8 പിള്ളാരാ. പണ്ട് നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ, എല്ലാത്തിനും ദാരിദ്ര്യമാണേലും ഇതിന് മാത്രം ഒരു കുറവും. ഞങ്ങളുടെ നാട്ടിലൊരു അപ്പച്ചനുണ്ട്, 10 പെൺപിള്ളാരാ. അപ്പച്ചൻ എന്തെങ്കിലും ഒരു പണിക്ക് പോയതായിട്ട് എനിക്ക്, ഈ ഒരു പണി അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പണി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, എല്ലാ കൊല്ലും 10 പിള്ളാർ. വിയർപ്പിന്റെ അസുഖം ഉണ്ടെന്ന്, അതുകൊണ്ടാണ് ജോലിക്ക് പോകാത്തത്. പോട്ടെ. ഇവിടെ ഇശായിയുടെ വീട്ടിൽ എത്ര പിള്ളാരാ? 8 പിള്ളാർ. അപ്പൊ അവിടെ ഒരു ഈ IAS ഇന്റർവ്യൂ പോലെയാണ്. പുള്ളി തൈലമൊക്കെ റെഡിയാണ്, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ഓർഡർ എല്ലാം റെഡിയാണ്, ഉപ്പുണ്ട്, സീലുണ്ട്, പേര് മാത്രം എഴുതിയാൽ മതി. യു ആർ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ കിങ് ഓഫ് ഇസ്രായേൽ. പക്ഷെ സംഭവം 8 ഒരെണ്ണത്തിനെ എടുക്കണം. ഓരോരുത്തരെ നോക്കി. മൂത്തവൻ MA പഠിച്ചാണ്, മറ്റവൻ MSc ബയോകെമിസ്ട്രി ആണ്, മൂന്നാമത്തവൻ ഇംഗ്ലീഷിൽ JRF കിട്ടി PhD ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു. അപ്പൊ ഈ കൂട്ടത്തിൽ ഒരിച്ചിരി ഒരുത്തനുണ്ട്, അവനാണെങ്കിൽ 6 പാക്കാണ്, നല്ല ആരോഗ്യമുള്ള 6 അടി പൊക്കം, മൊത്തം മസിൽ. ഈ 6 പാക്ക് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി, നമ്മുടെ പിള്ളേരൊക്കെ രാവിലെ ജിമ്മിൽ പോകത്തില്ലേ, കഴിക്കുന്ന പാത്രം എടുത്ത് സിങ്ക് വെക്കാത്തതല്ല. അവിടെ പോയി അങ്ങോട്ട് 2000 രൂപ കൊടുത്തേച്ച് പൊങ്ങാത്ത സാധനം പൊക്കുന്ന പരിപാടി കിട്ടിയ. ഇന്ത്യൻ ക്ലോസറ്റിൽ പോയാൽ നാണമാണെന്ന് പറയുന്നവൻ അവിടെ പോയി താഴേന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന കണ്ടിട്ടില്ല. ഇതാണ് ഇപ്പം എന്ന് പറയുന്നത്. എടാ ഇന്ത്യൻ ക്ലോസ് അവന്റെ അവൻ 2000 രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് താഴേന്ന് പൊങ്ങി വരുമ്പം ദൈവമേ ഒന്നും സംഭവിക്കല്ലേ നമ്മളെ. അപ്പൊ അതാണ് ഈ 6 പാക്ക്. അതിന് മോശമാണെന്നുള്ളതല്ല, വീട്ടിലൊരു പണി ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇവനെ തന്നെ രാജാവാക്കാം. കുമ്പളൊക്കെ അങ്ങോട്ട് അഴിച്ചപ്പോ ദാവീദ് പറഞ്ഞു, ദൈവം പറഞ്ഞു, നീ എന്തുവാ ചെയ്യുന്നേ? അല്ല ഇവ കൊള്ളാം, നല്ല പൊക്കം ഉണ്ടാകുന്ന മസിലൊക്കെ ആണ്, ഇവരെ എന്നെ പിടിച്ച് വേണ്ട. അവിടെ ദൈവം ശമൂലിനോട്, മാൻ ലുക്സ് അറ്റ് ദി ഔട്ട്വേർഡ് അപ്പിയറൻസ് whereas God looks at. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്തിന്റെ പ്രത്യേകത, മനുഷ്യൻ എപ്പോഴും മുഖം നോക്കി, വസ്ത്രം നോക്കിയൊക്കെ. അങ്ങനെയാണ് മനുഷ്യന്റെ ഒരു ലോകത്തിന്റെ പ്രത്യേകത. എന്നാൽ ഇവിടെ പറയുന്നു ദൈവത്തിന് എന്തില്ല? മുഖപക്ഷം. അതുകൊണ്ട് നമ്മളിൽ ചിലരെങ്കിലും മുഖപക്ഷമുള്ള ഒരു ലോകത്ത് തളർന്നു പോയവരും തോറ്റുപോയവരുമായവരിൽ പലരും കാണും. മനുഷ്യൻ മുഖം നോക്കുമ്പോൾ ദൈവം ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. ഇന്നലെ വരെ പത്രോസിന് ഇത് അറിയത്തില്ല. പത്രോസ് കരുതിയിരുന്നത് ദൈവം പേര് നോക്കിയും മുഖം നോക്കിയും നിറം നോക്കിയും വസ്ത്രം നോക്കിയുമാണ്. അല്ല, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ. അതുകൊണ്ട് ദൈവം മുഖമല്ല, മുഖത്തിന്റെ പ്രത്യേകതകളല്ല, കുടുംബ മഹിമ, നമ്മുടെ പണം, നമ്മുടെ സൗന്ദര്യം, ഇതൊന്നുമല്ല. ദൈവം നോക്കുന്നത് ഹൃദയം മാത്രമാണ്. ഇത് മനസ്സിലാവണമെങ്കിൽ ഇതിന്റെ അകത്തോട്ട് ആര് കയറണം? ദൈവം കയറണം. ഞാൻ അവസാനിപ്പിക്കും. 3 കുഞ്ഞു കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊന്നും മനസ്സിലാക്കാൻ വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമില്ല, വളരെ ലളിതമായ 3 കാര്യം. മതം എന്ന സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റോൾ ചെയ്തിട്ട് ദൈവത്തെ നമ്മൾ നമ്മുടെ തലച്ചോറിൽ ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ, അതൊരു മെറ്റഫോറിക്കലായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ, മതത്തിന്റെ കണ്ണിലൂടെ കാണുന്നതിന് പകരം
ദൈവത്തിന്റെ കണ്ണിലൂടെ ലോകത്തെയും മനുഷ്യരെയും കാണാൻ നമുക്ക് സാധിക്കണം. മതമിളകിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പേ പിടിച്ച നായയെ പോലെ, മതമിളകിയ ആനയെ പോലെ, മതം തലയ്ക്ക് പിടിച്ച മനുഷ്യർ അത്യന്തം അപകടകാരികളായി മാറുന്ന ലോകത്ത് മതമിളകിയ മനുഷ്യരല്ല, മനുഷ്യത്വമുള്ളവരെയാണ് ലോകം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരായി, മനുഷ്യരെന്ന് പറയുമ്പോൾ അതിന്റെ റഫറൻസ് പോയിന്റ് യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ട മനുഷ്യൻ. അതുകൊണ്ടാണ് ന്യായവിധി സമയത്ത് യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ന്യായാധിപൻ പറയുന്നു, ഇതാണ് മനുഷ്യൻ, ബിഹോൾഡ് ദ മാൻ. യേശുവിനെ പോലെ ഒരു മനുഷ്യനാകുക, മതം തിന്നി ജീവിക്കാനല്ല, ദൈവത്തിന്റെ കണ്ണിലൂടെ ലോകത്തെ കാണാം, മനുഷ്യനെ കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ജാതിയെക്കാളും മതത്തെക്കാളും നിറത്തെക്കാളും വലിയത് മനുഷ്യനാണ്. മതം മനുഷ്യന് വേണ്ടിയാണ്, അതോ മനുഷ്യൻ മതത്തിന് വേണ്ടിയാണ്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ദൈവം തലയ്ക്കാവും. പത്രോസ് പറയുന്നു, നീ എഴുന്നേക്ക്, ഞാനും മനുഷ്യനാണ്. രണ്ടാമത് അവിടെ പറയുന്നു, ഞാൻ ഇതുവരെ യഹൂദനല്ലാത്തവരെ ഒക്കെ മലിനനെന്നും അശുദ്ധനെന്നും ആകട്ടെ, പക്ഷെ ഇന്ന് ദൈവം എനിക്കൊരു കാര്യം കാണിച്ചത്. പത്രോസ് പറയുന്നു, എങ്കിലും ഒരു മനുഷ്യനെയും മലിനനെന്നോ അശുദ്ധനെന്നോ പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചത്. മൂന്നാമത് പറയുന്നു, അവിടെ പറയുന്നു, ദൈവത്തിന് പക്ഷം ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്ന് ഇപ്പോൾ ഞാൻ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. കർത്താവെ, ഈ 2026 മതം തിന്ന് ജീവിക്കുന്നവരായിട്ടല്ല, മനുഷ്യരായി, ഞാനൊരു മനുഷ്യനാണ്, ഞാനും ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആരെയും മലിനനെന്നും അശുദ്ധനെന്നും പറയാതെ ദൈവം മുഖപക്ഷമില്ലാത്തവനാണ് എന്ന് തിരിച്ചറിഞ്ഞ് മുഖപക്ഷമില്ലാത്ത ദൈവത്തിന്റെ മുഖപക്ഷമില്ലാത്ത സാക്ഷികളായി ജീവിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ.